ഹായ് ഫ്രണ്ട്സ്, ഗപ്പി ഫാമിംഗ് സീരീസിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. മൊയ്ന കൾച്ചർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിന് മുൻപ് എന്താണ് മൊയ്ന എന്ന് നോക്കാം. മൊയ്ന എന്ന് പറയുന്നത് നമ്മുടെ ഗപ്പീസിന് കൊടുക്കുന്ന ഒരു തരം ലൈവ് ഫുഡാണ്. ഇത് നമ്മുടെ ഗപ്പീസിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൂടാനും അവർ ഹെൽത്തി ആയിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ലൈവ് ഫുഡാണ് ഈ മൊയ്ന എന്ന് പറയുന്നത്. കണ്ടാൽ ഇത് ഒരു ഗുളികയാണെന്ന് മാത്രമേ തോന്നൂ. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മൊയ്ന എഗ് ക്യാപ്സ്യൂളാണ് കേട്ടോ. ഇതിൽ നിന്ന് ഏകദേശം 6ഓളം മൊയ്ന കൾച്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൊയ്ന എഗ് ക്യാപ്സ്യൂൾ കൊണ്ട് നമുക്ക് ഇന്നൊന്ന് കൾച്ചർ ചെയ്ത് നോക്കിയാലോ. ഞാൻ നമ്മുടെ മൊയ്ന എഗ് കൾച്ചർ ചെയ്യാനായിട്ട് ഈ ഒരു ടാങ്കാണ് തൽക്കാലം എടുത്തിട്ടുള്ളത്. ഇത് വലിയ വലിപ്പമൊന്നുമില്ല, ചെറിയൊരു ടാങ്ക് തന്നെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടാങ്ക് നല്ല രീതിയിൽ തന്നെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ നമ്മുടെ ടാങ്കിൽ നിറച്ച് കൊടുക്കുന്നുള്ളൂ. ഈ ഒരു ഗുളികയുടെ ക്യാപ്പാണ് നീല കളറിൽ കാണുന്നത്. അത് നമുക്ക് ഊരിയാൽ അതിനകത്തുള്ള എഗ്ഗ് നമുക്ക് എടുക്കാവുന്നതാണ്. മൊയ്നയുടെ എഗ്ഗുകളാണ് അതിനകത്ത് കാണുന്നത്. നമുക്ക് ആവശ്യത്തിന് മാത്രം കുറച്ചെടുത്താൽ മതിയാകും. ഞാൻ ഇതിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഈ ഒരു കൾച്ചർ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളൂ. ഇത് സക്സസ് ആവുമോ അതോ അത് ഫെയിലാവുമോ എന്നൊന്നും അറിയത്തില്ല. എങ്കിലും നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇത്രത്തോളം മാത്രമാണ് ഞാൻ നമ്മുടെ കൾച്ചർ ചെയ്യുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. 24 മുതൽ 48 മണിക്കൂർ വരെയാണ് ഇത് വിരിയാൻ എടുക്കുക എന്നാണ് നമ്മൾ വാങ്ങിയപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി എത്രത്തോളം സമയം എടുക്കുമെന്നോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല. ഇനി നമുക്ക് ഇത് എന്തായാലും ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഞാൻ അതിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടാങ്കിലേക്ക് നമ്മൾ ഈ എഗ്ഗൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഈ എഗ്ഗൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. കൊതുകും കാര്യങ്ങളും ഒന്നും തന്നെ മുട്ടയിടാതിരിക്കാൻ ഇതുപോലെയുള്ള നെറ്റ് വെച്ചിട്ട് നമ്മുടെ മൊയ്ന കൾച്ചർ ചെയ്യുന്ന ടാങ്കൊക്കെ അടച്ചു വെക്കണം. അല്ലെങ്കിൽ അതിലേക്ക് നമ്മുടെ കൊതുകൊക്കെ മുട്ടയിട്ട് കൂത്താടിയൊക്കെ ഉണ്ടായി അത് നമുക്ക് തന്നെ നല്ല രീതിയിൽ തന്നെ പ്രശ്നമാകാനും നമ്മുടെ മൊയ്ന കൾച്ചർ ചിലപ്പോൾ ക്രാഷ് ആകാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഞാനിവിടെ എന്തായാലും ചെറിയൊരു ചാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അടച്ചു വെക്കുന്നുണ്ട്.